ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്കയുടെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരുമിച്ച് വരുവാൻ ഒരു പ്രാവശ്യം കൂടി ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവെ ഈ പ്രാർത്ഥനയെ നയിക്കണമേ എന്ന് അപേക്ഷിക്കാം. ശുനോയോ നോമ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. താനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കുവാൻ അമ്മയും സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഓപ്പണിംഗ് പ്രയർ നടത്തുവാൻ ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛനെ കൂടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബറക്കുമാർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൂടി വരവനെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ചു, വേണ്ടതായ കൃപകളും അനുഗ്രഹങ്ങളും നൽകി. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്നവരെ തൃക്കരങ്ങളിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. പട്ടിണിയിലും പ്രയാസത്തിലും കഷ്ടതയിലും ഒക്കെ കഴിയുന്ന അനേകം ആളുകളുണ്ട്, അവരെല്ലാം തൃക്കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഇടവകളെയും അനുഗ്രഹിക്കണമേ. ഇടവകയിലെ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതായി തീരണമേ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഈ പ്രഭാതവും അനുഗ്രഹീതമായി തരുന്നുവല്ലോ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. സമാധാനവും സന്തോഷവും പ്രത്യാശയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വരാമാകുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. അവയെ മറികടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഭവനം വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴേ നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിസന നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ തോമസ് മാർഗനിക്ക് എല്ലാ വൈദ്യശ്രേഷ്ഠർക്കും, കൊച്ചമ്മമാർക്കും, മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും, കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്കും, ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥന സമർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തവും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന നയിക്കുന്നത് ഡയോസിസിന്റെ എല്ലാ അംഗങ്ങളും മർത്തമറിയം സമാജം അംഗങ്ങളും കൂടിയാണ്. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട പൊന്നമ്മ ചാണ്ടി പാട്ടുപാടുന്നതായിരിക്കും. ഹലോ എലിസബത്ത്, കേൾക്കാമോ? കേൾക്കാമല്ലോ. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കു മതി. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കു മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, മനുഷ്യഹൃദയങ്ങൾക്കതീതമായ വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. നൽവഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കു മതി. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കു മതി. പ്രതികൂല കാറ്റുകൾ ഉയർന്നിടുമ്പോൾ ജീവിത നൗകയുലഞ്ഞിടാതെ,
പ്രതികൂല കാറ്റുകൾ ഉയർന്നിടുമ്പോൾ ജീവിത നൗകയുലഞ്ഞിടാതെ അചഞ്ചല വിശ്വാസം നൽകിടണേ നിൻ കൃപയിൽ കരുണയാൽ കാത്തിടണേ. അചഞ്ചല വിശ്വാസം നൽകിടണേ നിൻ കൃപയിൽ കരുണയാൽ കാത്തിടണേ. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കും മതി. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കും മതി. നയനമോഹങ്ങൾ ത്യജിച്ചിടുവാൻ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. നയനമോഹങ്ങൾ ത്യജിച്ചിടുവാൻ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ വേദപ്രമാണത്തെ നൽകിടണേ നിൻ കൃപയിൽ കരുണയാൽ കാത്തിടണേ. വേദപ്രമാണത്തെ നൽകിടണേ നിൻ കൃപയിൽ കരുണയാൽ കാത്തിടണേ. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കു മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, മനുഷ്യഹൃദയങ്ങൾക്കതീതമായ വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. നൽവഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കു മതി. താങ്ക് യു. പ്രിയപ്പെട്ട പൊന്നമ്മയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോളം പല പല വൈഷമ്യങ്ങളിൽ കൂടി കടന്ന് വന്ന ഒരു മകളും കുടുംബവുമാകുന്നു. ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട സാറാമ്മ ജോർജ് ആൻറ്റി അമ്മയും അതുപോലെ രാഹൽവട്ടി അമ്മയും ബൈബിൾ വായിക്കാൻ സാധിക്കാത്ത മേരി കുര്യൻ അമ്മയും ഈ പ്രായത്തിലും വളരെയധികം പ്രയാസങ്ങൾ കടക്കുകയും സാക്ഷ്യം കൊണ്ടതുമാകുന്നു. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ പതിവായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന പൈങ്ങോലി, ബഹുമാനപ്പെട്ട പൈങ്ങോലി അച്ഛൻ്റെ ബർത്ത്ഡേ ആവുന്നു. അദ്ദേഹത്തെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ധ്യാന പ്രസംഗത്തിനായിട്ട് ക്രമീകരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ തിമോത്തി അച്ഛനെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇപ്പോഴേ നമ്മുടെ വേദപുസ്തകം വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും വേദപുസ്തകം എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാന പ്രസംഗത്തിനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന വേദഭാഗമാകുന്നു 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 Kings 4th chapter verses 1 to 7. പ്രിയപ്പെട്ട സൂസൻ ആൻഡ് മാത്യു വായിക്കുന്നതായിരിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നും ബാരക്കുമോർ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനു അവൻ, നീ ചെന്നു നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട്
ചെന്ന് തന്റെ മക്കളോടുകൂടി അകത്തു കടന്നു വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദേവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റു കടം വീട്ടി ശേഷിപ്പ് കൊണ്ടു നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ബാരക്കുമോർ. സൂസൻ മാത്യുവിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല വിഷമങ്ങൾ കടന്നു വന്ന മകളാകുന്നു. ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇപ്പോഴേ കൗമ പ്രാർത്ഥനയും പിതാവ് പ്രാർത്ഥനയും അച്ഛൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബറക്കുമോർ. ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ദൈവമേ, എന്റെ കുറ്റങ്ങൾക്ക് മോചനം നൽകണമേ. ദൈവമേ, പഴകിയിരിക്കുന്ന എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ കഴുകി വെടിപ്പാക്കണമേ. എന്റെ സൃഷ്ടാവേ, എന്റെ ബലഹീനതയോട് കരുണയുണ്ടാകണമേ. എന്റെ നിർമ്മിതാവേ, എന്നോട് ദയ ഉണ്ടാകണമേ. കർത്താവേ, തൃക്കൈകൊള്ളുക മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്ന എന്നെ നശിച്ചു പോകുവാൻ സമ്മതിക്കരുതേ. അന്ധകാരമായ ഗർഭപാത്രത്തെ ആകൃതിപ്പെടുത്തുകയും കൃപയോടെ എന്നെ പ്രകാശത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്തവനായ കർത്താവേ, അനീതികളുടെ അന്ധകാരത്തിൽ നിന്ന് നിന്നെക്കുറിച്ചുള്ള അറിവിന്റെ പ്രകാശത്തിലേക്ക് എന്നെ പുറപ്പെടുവിക്കണമേ. കർത്താവെ, നശിച്ചു പോകുന്നതിന് നീ സമ്മതിക്കരുതേ. ഉയരത്തിൽ നിന്ന് സഹായങ്ങളെ കൽപ്പിച്ച പാപസമുദ്രത്തിൽ നിന്ന് എന്നെ വലിച്ചു കയറ്റണമേ. 10,000 ബക്കറീൻ നാണയങ്ങളുടെ വലിയ കടത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ആ കടത്തിൽ ഒട്ടും ഞാൻ വീട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവധി നൽകുകയും വീട്ടുവാൻ ശക്തി നൽകുകയും ചെയ്യണമേ. എന്റെ കർത്താവെ, നീ എന്നെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കുകയും എന്റെ മേൽ തൃക്കൈ വെക്കുകയും ചെയ്തതായ നിന്റെ സ്നേഹത്തെയും നിനക്കിഷ്ടവും സന്തോഷവുമായിരിക്കുന്ന പ്രകാരം നീ എന്നെ കാത്തുരക്ഷിക്കുന്നതായ നിന്റെ ദൈവനെയും ഞാൻ നിന്ദിക്കുന്നവനായി തീരുമാറാകരുതേ. നീ അറിയുന്ന പ്രകാരം എനിക്ക് ഗുണമായിട്ടുള്ളത് എന്നോട് പ്രവർത്തിക്കണമേ. എന്തെന്നാൽ കരുണയും ദൈവവും കൃപയും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. എലിസബത്ത് ആന്റി മ്യൂട്ടാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങളോടും കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട റാഹേലൂട്ടി അമ്മമ്മ പാടുന്നത്.
റാഹൽ മാമ അൺമ്യൂട്ട് ചെയ്യണേ. റാഹൽ മാമ അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായ ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മാശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ ഭുജബലത്താൽ. ഉരുടരിൽ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ജഗിടർക്കുമേ. മുടന്തുള്ളവർ കൊതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂയിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുത യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. താങ്ക് യു. റാഹൽ മാമയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ. നാം കേൾക്കുന്ന നാം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മക്കൾക്കും അത് അനുഗ്രഹവും ശുദ്ധീകരണവും പ്രൊട്ടക്ഷനുമായി തീരുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട തിമോത്തി തോമസ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി നമ്മൾ ഒരുമിച്ച്
ചേർന്ന് വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച സുന്ദരമായ ഒരു മെറ്റഫർ, ഡയറി മെറ്റഫർ എന്നാണ്. ഡയറി മെറ്റഫർ, നോട്ട് ദ ഡയറി വിച്ച് വിൽ റൈറ്റ് ഡൗൺ, ഇറ്റ്സ് അബൌട്ട് ദ മിൽക്ക്. പാലിനെ സംബന്ധിച്ച ഒരു മെറ്റഫർ. ഇറ്റ് ഇസ് കണക്റ്റഡ് ടു റിലേഷൻഷിപ്സ്. നമുക്കറിയാം, മിൽക്ക് ഇസ് ഇൻക്രെഡിബിൾ, ഇറ്റ് nourishes us, but the expiry or the shelf life of milk is very low. നമുക്കറിയാം, പാല് വാങ്ങിച്ച് വെളിയിൽ കുറച്ച് ദിവസം വെച്ചാൽ അത് ചീത്തയായിപ്പോ, പെട്ടെന്ന് അഴുക്കായിപ്പോ. എന്നാൽ if we add some curdling agent to it, it becomes curd or yogurt. The shelf life of the yogurt is more than milk. The shelf life increases, but if we keep it for 3 or 4 days, it will turn bad. But if we take the same yogurt and churn it, it turns into butter. And the shelf life again increases. Take the same butter, put in a steel pot, heat it. We will get ghee. And the shelf life is larger than all others. And ghee is called the clarified butter. It's called the clarified butter. നമ്മൾ നോക്കുക, നമ്മുടെ ബന്ധങ്ങളുമൊക്കെ ഇതുപോലെ തന്നെയല്ലേ. നമുക്ക് ചില ബന്ധങ്ങൾ അത് നമുക്ക് ഇൻക്രെഡിബിൾ ആണ്, പക്ഷേ doesn't have a long shelf life. പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങളുണ്ട്. ബട്ട് ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ just add some curdling agent into that. നമുക്ക് ചില ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് ചേർക്കാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് യോഗേർട്ടായിട്ട് മാറും. ആ യോഗേർട്ടിനും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കഴിയും. പക്ഷേ when we churn the yogurt, the relationship, the life of the relationship will again increases. It turns into butter. Just heat the butter, then it becomes ghee. നമ്മുടെ ബന്ധങ്ങൾ ഈ ഘീ പോലെ ആകാൻ, ഫ്രം മിൽക്ക് ടു ഘീ, ഇത്രയും ഒരു പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ്സിലൂടെയൊക്കെ കടന്ന് എന്നാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് ഈ ഘീ പോലെയായി മാറുന്നത്. നമ്മൾ ആലോചിക്കണം, ബന്ധങ്ങൾ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ അന്ന് 10th grade 10 കഴിയുമ്പോൾ നമ്മൾ പിന്നെ കോളേജിലോട്ടായിരുന്നു അന്നൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പോകുന്നത്. ഇപ്പോൾ വീണ്ടും 12th grade വരെ സ്കൂളിൽ പഠിക്കാം. അപ്പൊ ഞാന് എൻ്റെ വീട്ടിലിരിക്കുന്ന പഴയ പുസ്തകങ്ങളുടെ ഇടയിൽ 10th ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ് ഉണ്ട്. ഓട്ടോഗ്രാഫിൻ്റെ അകത്ത് ആളുകൾ എഴുതിയിരിക്കുന്നത് കണ്ടാൽ നമ്മുടെ റിലേഷൻഷിപ്പ് മരിക്കുന്നത് വരെ എല്ലാവരുടെയും തുടരുമെന്നാണ്. പക്ഷെ എത്ര പേരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, എത്ര പേരെ അറിയാം, എത്ര പേരെ ഓർക്കുന്നുണ്ട്. എഴുതിയ വാക്കും പറഞ്ഞ വാക്കും അതിൻ്റെ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് നമ്മൾക്ക് പോകുന്ന ഇടങ്ങളിലും കാണുന്ന ഇടങ്ങളിലും ഒക്കെ നമ്മൾ ചില ട്രെയിൻ യാത്രകൾ പോലെ 3 ദിവസമോ 4 ദിവസമോ ട്രെയിൻ യാത്ര ചെയ്യും. നാട്ടിലൊക്കെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി വരെ പരിചയപ്പെടും. അവരോടൊക്കെ പറയും, ഞാൻ നിങ്ങളെയൊക്കെ ഓർത്തിരിക്കും ഒക്കെ പറയും. ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞും മറന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും സാഹചര്യങ്ങളിലും നമ്മൾ ഇടപെടുന്ന ഇടവകകളിലും എവിടെയൊക്കെ നമ്മൾ ആയിരിക്കുന്നു അവിടെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇപ്പോഴും നമ്മൾ പാലിന്റെ അവസ്ഥയിൽ തന്നെയാണോ, അതോ അല്പം മാറി അത് യോഗേർട്ടായി മാറിയിട്ടുണ്ടോ, യോഗേർട്ടിൽ നിന്ന് ബട്ടർ ആയിട്ടുണ്ടോ, ബട്ടറിൽ നിന്ന് ഗീ ആയിട്ടുണ്ടോ? ഈ ഒരു സ്റ്റഡി ആൻഡ് സ്ലോ coming into a ghee
ബിക്കമിങ് എ ഗീ അതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം എന്ന ആമുഖ വാക്കുകൾ മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട അച്ഛനാണ്, തിമോത്തി തോമസ്. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന അച്ഛനാണ്. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് അധികമായി പോകും. അതുകൊണ്ട് അച്ഛൻ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ റാലെ ഇടവകയുടെ വികാരിയാണ്. നമ്മുടെ സൗത്ത് വെസ്റ്റ് ഡയസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട അച്ഛൻ എല്ലാ ഇടങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ഫാമിലി കോൺഫറൻസിലും ഒക്കെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ശബ്ദം, അച്ഛൻ്റെ വാക്ക്, അച്ഛൻ്റെ പഠനങ്ങൾ, അച്ഛൻ്റെ പ്രസംഗങ്ങൾ എല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് അച്ഛനെ ലഭിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അച്ഛനെ പ്രത്യേകമായി DSWA സൗത്ത് വെസ്റ്റ് ഡയസസിന്റെ MMVSന്റെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് സ്നേഹപൂർവ്വം ഇന്നത്തെ മെസ്സേജ് നൽകുന്നതിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Glory be to the Father, and to the Son, and to the Holy Spirit, one true God. Glory be to him. May his grace and mercy be upon us forever. Amen. May the words of my mouth and the meditations of my heart be pleasing unto you, O Lord, my rock and my redeemer. Amen. Christ is in our midst. He is and he shall be forever. ഏറ്റവും ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, പ്രത്യേകാൽ MMVSന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന വന്യനായ എബി അച്ഛൻ, DSWA MMVS ഭാരവാഹികളെ, സഹോദരീ സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹ വന്ദനം. നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാഗം വായിച്ചു കേട്ടതും 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 Kings chapter 4 verses 1 to 7. വിധവയുടെയും എണ്ണയുടെയും ഒരു കഥയാണ് നാം വായിച്ചു കേട്ടത്. ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ തലക്കെട്ടായി ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്റിൽ ഇൻ our hand, much in his. നമ്മുടെ കരങ്ങളിൽ കുറവ്, അവൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമൃദ്ധി എന്നുള്ളതാണ്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. വായിക്കുമ്പോൾ നമുക്കറിയാം, there is a widow, ഒരു വിധവയുണ്ട്. ആ വിധവയുടെ ഭർത്താവ് കടത്തിലായി. കടക്കാർ തൻ്റെ മക്കളെ അടിമകളായി കൊണ്ടുപോകുവാനായി വരുന്ന സന്ദർഭത്തിൽ വിധവ ഏലീശ പ്രവാചകന്റെ അടുക്കൽ ചെല്ലും. So the creditors of the widow come to take her sons as slaves. അപ്പോൾ she goes to prophet Elisha. ഈ വിധവയുടെ കയ്യിൽ ഒരു ചെറിയ കുടം എണ്ണ മാത്രമാണ് ഉള്ളത്. എലീശ പ്രവാചകൻ വിധവയോട് പറയുന്നു, നിനക്കാവുന്നിടത്തോളം കുടങ്ങൾ ശേഖരിക്കുക, വാതിലടയ്ക്കുക, നിന്റെ ചെറിയ കുടത്തിൽ നിന്നുള്ള എണ്ണ മറ്റു കുടങ്ങളിലേക്ക് ഒഴിക്കുക. കൊണ്ടുവന്ന എല്ലാ കുടം നിറവോളം ചെറിയ കുടത്തിൽ നിന്ന് എണ്ണ ഒഴിച്ചു. അപ്പോൾ ഇത്
എണ്ണ നിറച്ച കുടങ്ങൾ കൊണ്ടുപോയി വിറ്റ് കടം വീട്ടുക, തുടർന്നും ജീവിച്ചു കൊള്ളുക എന്ന് പ്രവാചകനായ എലീഷ പറയുന്നു. ഇതിൻ്റെ ചരിത്ര സംഭവം ഒന്ന് വിവരിക്കട്ടെ. ഇത് എലീഷ പ്രവാചകന്റെ പ്രവചന നാളുകളിൽ സംഭവിക്കുന്നതാണ്. സോ നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഏലിയ പ്രവാചകന് ശേഷം ഏകദേശം 9ാം നൂറ്റാണ്ട് 9th century BC in the northern kingdom of Israel, ഇസ്രായേലിന്റെ ഉത്തരഭാഗത്ത് ശുശ്രൂഷ ചെയ്ത എലീഷ പ്രവാചകന്റെ സമയത്തെ സംഭവമാണിത്. ആരായിരുന്നു ഈ വിധവയുടെ ഭർത്താവ്? അക്കോർഡിംഗ് ടു ജൂയിഷ് ട്രഡിഷൻ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരുപക്ഷെ എലീഷ പ്രവാചകന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഏതേലും ഒരു ചെറിയ പ്രവാചകനായിരുന്നിരിക്കാം. 1 രാജാക്കന്മാർ 18ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ നാം ഇത് പ്രത്യേകം വായിക്കുന്നുണ്ട്. ഇറ്റ് കുഡ് ഹാവ് ബീൻ ഒബദ്യ, ബട്ട് ഇറ്റ്സ് നോട്ട്. അവിടെ പേര് നൽകിയിട്ടില്ല. എന്നാൽ പോലും എലീഷായുടെ നേതൃത്വ സമയത്ത് ഒരു 100ഓളം പ്രവാചകന്മാരെ യെസബേൽ രാജ്ഞിയുടെ കയ്യിൽ നിന്ന് ഇവര് ഒരുപക്ഷേ സംരക്ഷിക്കുന്ന സമയത്ത് ഈ മറ്റുള്ള പ്രവാചകന്മാർക്ക് നൽകിയത് കൊണ്ടായിരിക്കാം ഈ വിധവയുടെ ഭർത്താവ് കടത്തിലായത്. അത് 1 രാജാക്കന്മാർ 18ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് ഈ കടവും മക്കളെ അടിമ വേലക്കാരാക്കുന്നതും തമ്മിലുള്ള ബന്ധം? ഇത് മോശയ ന്യായപ്രമാണം. ഇൻ ദ മോസൈക് ലോ, പുറപ്പാട് പുസ്തകം 21ാം അധ്യായത്തിന്റെ 2-4 വാക്യങ്ങൾ. എക്സഡസ് 21:2-4, ലേവ്യ പുസ്തകം 25, ലെവിറ്റിക്കസ് 25:39-41 എപ്പോഴും പറയുന്നുണ്ട്, കടം വീട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ അടിമ വേലക്കാരായി, if you have unpaid debt, that could lead to some sort of indentured servitude to your creditor. അങ്ങനെ ആയതിനാൽ ഈ വിധവയുടെ മക്കൾ അടിമ വേലക്കാരാകുവാൻ കടം വീട്ടാത്തത് കൊണ്ട്. അതോടൊപ്പം ഇസ്രായേലിൽ ഈ ഒലിവെണ്ണയുടെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം. Olive oil was precious. അത് ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നു. It was used as food, it was used as medicine, it was used for anointing. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നേർച്ചയായി വെളിച്ചെണ്ണ നൽകുന്നത് പോലെ ദേവാലയത്തിൽ നേർച്ചയായി അർപ്പിക്കുന്നതും ഈ ഒലിവ് എണ്ണ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം the little jar of oil, അവൾക്കുണ്ടായിരുന്ന ചെറിയ കുടം എണ്ണ, അവളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് വാല്യുബിൾ. കുറച്ചേ ഉള്ളായിരുന്നുവെങ്കിലും അത് അവളെ സംബന്ധിച്ചിടത്തോളം അത് മൂല്യമുള്ളതായിരുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇവിടെ നാം കാണുന്ന അത്ഭുതം ദൈവം സമൃദ്ധിയായി നൽകി എന്നുള്ളതല്ല. ഒരുപക്ഷെ ഈ വിധവയുടെ എല്ലാ വാതിലുകളും അടഞ്ഞ സമയത്ത്, ഇൻ ഹർ ഹോപ്പ്ലെസ് ക്രൈസിസ്, അവളുടെ വിശ്വാസവും അവളുടെ അനുസരണവുമാണ് അത്ഭുതത്തിന് വാതിൽ തുറന്ന് കൊടുത്തത്. So let me bring 5 things to your attention from today's Bible passage. ആദ്യത്തേത്, God meets us where we are. നാം ആയിരിക്കുന്നിടത്ത് നമ്മെ അഭിമുഖീകരിക്കുന്ന ഒരു ദൈവമാണ്. വായിക്കുമ്പോൾ നമുക്കറിയാം,
The widow only had a small jar of oil. ഒരു ചെറിയ കുടം എണ്ണ മാത്രമേ വിധവയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ അവളുടെ ആവശ്യവുമായി ദൈവ പുരുഷന്റെ അടുക്കൽ വരുന്നു. So God did not wait until she had abundance. അവൾക്ക് സമൃദ്ധിയായി ഉണ്ടായിട്ടല്ല ദൈവം അവളെ അഭിമുഖീകരിച്ചത്. He met her in her poverty. അവളുടെ ദാരിദ്ര്യാവസ്ഥയിൽ ദൈവം അവളെ കണ്ടു. Right in the midst of her desperation. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും അതാണ് ദൈവത്തിന്റെ ഒരു പാറ്റേൺ. He comes to us not in some better season. നമ്മുടെ നല്ല കാലങ്ങളിൽ മാത്രം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമല്ല. But we have a God who comes to us in the midst of our actual condition. നമ്മൾ ഒരു പക്ഷേ പുറമേ നല്ല അവസ്ഥയിലാണെന്ന് ലോകത്തെ കാണിക്കുമെങ്കിലും നമ്മുടെ ആന്തരികമായ അവസ്ഥ നല്ലവണ്ണം നമ്മളെക്കാൾ നല്ലവണ്ണം കാണാവുന്ന ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, our starting point is not what we lack, but what we already have, however small. നമ്മുടെ ആരംഭം നമുക്കെന്തില്ല എന്നുള്ളതല്ല, നമുക്ക് എന്തുള്ളൂ എന്നുള്ളതാണ്, വളരെ ചെറുതാണെങ്കിൽ പോലും. സോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സാഹചര്യം ഒന്ന് മെച്ചപ്പെടട്ടെ, ലെറ്റ് മീ വെയിറ്റ് ഫോർ ബെറ്റർ കണ്ടീഷൻസ്. പലപ്പോഴും ദൈവവേലയ്ക്കും ദൈവ ശുശ്രൂഷയ്ക്കും ദൈവത്തിന് കൊടുക്കുന്നതിൽ പോലും എൻ്റെ സമയവും എൻ്റെ സ്ഥിതിയും എൻ്റെ അവസ്ഥയും ഒന്ന് മെച്ചമായിട്ട്, വൺസ് ഐ ആം ഇൻ എ സ്ട്രോങ്ങർ പൊസിഷൻ ഇൻ പ്രെയർ, അത് പ്രാർത്ഥനയിലാവാം, എൻ്റെ ശാരീരിക അവസ്ഥയാകാം, എൻ്റെ മാനസിക അവസ്ഥയാകാം, എൻ്റെ കർമ്മമണ്ഡലങ്ങളാകാം, then I will come. Once I have more, എനിക്ക് ഇച്ചിരി ഉണ്ടായിട്ട് ഞാൻ കൊടുക്കാം. പ്രിയമുള്ളവരെ, our God begins with what is already in our hand. നമ്മുടെ കരങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ദൈവം പ്രവർത്തനം ആരംഭിക്കുന്നത്, അത് ചെറുതായാൽ പോലും. So the first message of today's passage is God meets us where we are. And our starting point is not what we lack, but what we already have, however small. Randa. Our obedience is what opens the flow of blessing. എലീശായുടെ വിധവയോടുള്ള ഉപദേശം വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ചെറിയ കുടം എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എലീശ പ്രവാചകൻ വിധവയോട് പറയുകയാണ്, നിനക്ക് സാധിക്കുന്നിടത്തോളം കുടങ്ങൾ ശേഖരിക്കുക, വാതിൽ അടയ്ക്കുക, നിന്റെ ചെറിയ കുടത്തിൽ നിന്നുള്ള എണ്ണ ബാക്കിയുള്ള ശേഖരിച്ചു വെച്ചിരിക്കുന്ന കുടത്തിലേക്ക് ഒഴിക്കുക. നമ്മൾ ഇത് കേൾക്കുകയാണെങ്കിൽ we will think this is extremely strange. Remember, the miracle began only when she obeyed. അവളുടെ അനുസരണത്തോടു കൂടിയാണ് അത്ഭുതത്തിന്റെ ആരംഭം. അവളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല. It was not in her understanding, but in her obedience that unlocks the miracle. നമ്മൾ വിചാരിക്കും, ഈ പ്രവാചകൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, it doesn't make sense. But we are told it is not her, അവൾക്ക് മനസ്സിലായിട്ടല്ല, പിന്നെയോ it is her obedience. And God's provision often flows through faith-filled action. ദൈവത്തിന്റെ സമൃദ്ധി ഒഴുകുന്നത് വിശ്വാസം നിറഞ്ഞ കർമ്മങ്ങളിലൂടെ മാത്രമാണ്. പലപ്പോഴും പല കർമ്മങ്ങളും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എവിടെ നിന്നാകും, എങ്ങനെ നടക്കും, എങ്ങനെ ആകും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴും God provides, and God's provision flows through faith-filled actions. പ്രാർത്ഥനകൾ വാതിൽ തുറക്കും. But
Obedience is what allows us to walk through it. പ്രാർത്ഥന വാതിൽ തുറക്കുമായിരിക്കാം, പക്ഷേ അനുസരണമാണ് ആ വാതിലൂടെ കടക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത്. പലപ്പോഴും most of us wait for God to do the move. അല്ലേ? പലപ്പോഴും we wait for God to move when he is waiting for us to take the first step. So miracles are often on the other side of faith-filled action. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷെ പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാറില്ല. It is not on prayer, but it's on the other side of faith-filled action that miracles. ഭൗതികമായ നേട്ടത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചല്ല, ഞാനൊരു പ്രോസ്പെറിറ്റി ഗോസ്പൽ അല്ല ഇവിടെ പ്രസംഗിക്കുന്നത്, പിന്നെയോ നമ്മുടെ ആത്മീയതയുടെ വളർച്ചയിലാണ്. So the second message of today's Bible passage is that our obedience is what opens the flow of blessing, that it is not our understanding but the obedience of the widow that unlocked God's provision. മൂന്നാമതായി ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം, God multiplies only what we surrender. നമ്മൾ സമർപ്പിക്കുന്നത് മാത്രമേ ദൈവം അനുഗ്രഹിക്കാറുള്ളൂ. ഒരു കുടം മാത്രമായിരുന്നു ഈ വിധവയ്ക്ക് ഉണ്ടായിരുന്നത്. The widow had only one jar, but once she surrendered that to God, it became more than enough. When it was placed under God's command, it became enough to fill many. അവളുടെ കരങ്ങളിൽ അത് കുറവായിരുന്നു, ചെറിയ കുടമായിരുന്നു. എന്നാൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചപ്പോൾ മറ്റ് കുടങ്ങൾ, അതിൻ്റെ വലിപ്പമൊന്നും നമ്മളോട് അവിടെ പറയുന്നില്ല, ഒരു ചെറിയ കുടത്തിലുണ്ടായിരുന്ന എണ്ണ മറ്റ് ശേഖരിച്ച എല്ലാ കുടങ്ങളെയും കുടങ്ങൾ നിറയ്ക്കുവാനായി സാധ്യമായി എന്നുള്ളതാണ്. What seems insignificant in our eyes becomes the raw material for God's abundance. നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ചിന്തയ്ക്ക് വളരെ കുറവ് എന്ന് തോന്നുന്നതാണ് പലപ്പോഴും ദൈവത്തിൻ്റെ സമൃദ്ധിയായി മാറുന്നത്. That becomes the raw materials for God's abundance. Whatever we surrender, അത് സമയമാകാം, നമ്മുടെ താലന്താവാം, നമ്മുടെ സ്നേഹമാകാം, നമ്മുടെ പ്രവർത്തനങ്ങളാകാം, നമ്മുടെ resources ആകാം. God can multiply that beyond expectation. പലപ്പോഴും നമ്മുടെ ധാരണ, എനിക്ക് 1 മണിക്കൂർ സമയമേ നൽകാനുള്ളൂ, എനിക്ക് കാര്യമായ മറ്റുള്ളവരെ പോലെ താലന്തില്ല. പലപ്പോഴും നമ്മൾ ഈ താലന്തായിട്ട് കരുതുന്നത് പാട്ടുപാടുക, പ്രസംഗിക്കുക. Those are not talents. Those are supplements to the true talents in life. സ്നേഹം, the ability to love, the ability to be compassionate, അതൊക്കെയാണ് യഥാർത്ഥ താലന്ത് എന്ന് പറയുന്നത്. നമ്മുടെ ധാരണ പാട്ടുപാടുക, പ്രസംഗിക്കുക, അല്ലെങ്കിൽ സംഘടിപ്പിക്കുവാനുള്ള ശേഷി ഉണ്ടാകുക, അതൊക്കെ ഭൗതികമായ താലന്താണ്. But in God's eyes, it is our love, our compassion, our prayer. അതൊക്കെ വളരെ കുറവാണെന്ന് നമുക്ക് തോന്നും. But in God's hand, they multiply. The key is surrender. സമർപ്പണമാണ് ഏറ്റവും ആവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, God doesn't need our leftovers. ബാക്കി വരുന്നതാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്തുനിന്ന് നമുക്ക് സമൃദ്ധിയില്ലാത്തത്. എല്ലാം ദൈവത്തിൻ്റെതാണ്. So why not give everything to God and then see what he does with that? So the third message is God multiplies what we surrender. What seems insignificant in our eyes becomes the raw material for God's abundance. നാലാമത്,
The measure of our faith shapes the measure of our blessings. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും അതിനനുസരിച്ചാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ രൂപകരണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. The oil stopped when the vessels ran out, not when God's power ran out. ശേഖരിക്കാവുന്ന മറ്റു കുടങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. കുടങ്ങൾ തീർന്നപ്പോൾ എണ്ണയും തീർന്നു. So remember, the size of the blessing was linked to the size of her preparation. അവളുടെ ഒരുക്കമനുസരിച്ചാണ് അവൾക്ക് അനുഗ്രഹമായി ലഭ്യമാകുന്നത്. Her preparation determined the size of the miracle. പലപ്പോഴും don't limit God by bringing too few vessels. കുടങ്ങൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. ഈ ചെറിയ കുടത്തിൽ നിന്ന് എത്ര മറ്റുള്ള കുടം നിറയും എന്നായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യം. പക്ഷേ she gathered as much as she could, and from that little one she poured all the vessels, and as soon as the last vessel was full, the oil was done. Our capacity is limited, but God's capacity is unlimited. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ അതിരുകൾ വരയ്ക്കും. We set boundaries to our faith. So do not do that. God's capacity is unlimited. So don't bring too few vessels. നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം, നമ്മുടെ കണ്ണുനീരിൻ്റെ, നമ്മുടെ മുട്ടുകുത്തലിൻ്റെ, നമ്മുടെ കുമ്പിടിയിലിൻ്റെ, expect big, prepare big. കാരണം we stand in the presence of God who is unlimited. മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ശ്രേഷ്ഠനായ അബ്ബ മക്കാരിയോസ് ഇപ്രകാരം പറയുന്നുണ്ട്. If you want, you can become all prayer. നിനക്ക് വേണമെങ്കിൽ പരിപൂർണമായി പ്രാർത്ഥനയാകുവാൻ സാധ്യമാകും. പ്രാർത്ഥന നാം ചെയ്യുന്നതല്ല, പ്രാർത്ഥന നാം ആയിത്തീരുന്നതാണ്. കാരണം മരുഭൂമിയിലെ പിതാക്കന്മാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരുക്കത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അളവനുസരിച്ചാണ് നമ്മുടെ അനുഭവത്തിൻ്റെ അളവ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ആഴമില്ലാത്തത് കൊണ്ടാണ് അനുഭവമില്ലാത്തത്. നമ്മുടെ ആരാധനകളിൽ ഒരുക്കമില്ലാത്ത സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ആഴമായ അനുഭവങ്ങൾ ഉണ്ടാകാത്തത്. So the measure of our desire and preparation determines the depth of our experience of God. അതുകൊണ്ട് വിധവയുടെ കുടം പോലെ ഒരുപക്ഷേ our openness sets the limit. പലപ്പോഴും ആ പരിമിതനായ ദൈവത്തെ പരിമിതികൾക്കുള്ളിൽ ഒതുക്കുവാൻ നാം പലപ്പോഴും നമ്മുടെ വിശ്വാസം കൊണ്ട് ശ്രമിക്കാറുണ്ട്. The measure of our faith shapes the measure of our blessing. ഏറ്റവും അവസാനമായി ഈ വിധവയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് God's provision is both immediate and sustainable. ദൈവം നമുക്ക് നൽകുന്നത് ഇപ്പോഴത്തേക്കും എന്നേക്കും ആയിട്ട് മാത്രമാണ്. വിധവയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കുടം, ബാക്കിയുള്ള കുടങ്ങൾ നിറയ്ക്കുവാൻ പറഞ്ഞു. എലീശ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള കുടത്തിൽ നിന്നുള്ളതെല്ലാം നീ വിറ്റ് നിന്റെ കടം വീട്ടുക. Her immediate crisis is averted. അവളുടെ present crisis was കടമായിരുന്നു. നിനക്കുള്ളത് ബാക്കിയുള്ള കുടങ്ങൾ വിറ്റ് നിന്റെ കടം തീർക്കുക. പിന്നെ നീ വിറ്റതിൽ നിന്ന് ശേഷിച്ചു വരുന്നത് sustain yourself for the future, provide for the family, long-term sustainability. അപ്പം ദൈവം നമുക്ക് നൽകുമ്പോൾ he is never short-sighted. He cares for both today and for tomorrow. ഇന്നത്തേക്ക് വേണ്ടിയും
നാളത്തേക്ക് വേണ്ടിയും കരുതുന്ന ദൈവമാണ്. God is not just the God of rescue. He is the God of security when we trust him. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവം മാത്രമല്ല, വീണ്ടെടുക്കുന്ന ദൈവവുമാണ്. So, my dear brothers and sisters in Christ, ഇന്നത്തെ വേദഭാഗത്തിൽ നിന്ന് നമ്മളോട് പറയുന്ന 5 കാര്യങ്ങൾ. God meets us where we are. Our starting point is not what we lack, but what we already have. 2, our obedience opens the flow of blessing. So it is not in our understanding, but in our obedience. 3, God multiplies what we surrender. നമ്മൾ സമർപ്പിക്കുന്നതാണ് ദൈവം സമൃദ്ധിയാക്കുന്നത്. 3, the measure of our faith shapes the measure of our blessing. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആഴം. ഏറ്റവും അവസാനമായി, God's provision is both immediate and sustainable. ഇന്നത്തേക്ക് വേണ്ടിയും ഇപ്പോഴത്തേക്ക് വേണ്ടിയും നാളത്തേക്ക് വേണ്ടിയും നമ്മെ വിടുവിക്കുകയും അതോടൊപ്പം വീണ്ടെടുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഒരു കഥയുടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദഭാഗം അവസാനിപ്പിക്കാം. In the 1990s, in a small African village in the Republic of Congo, there was a severe famine. വളരെ ക്ഷാമം ഉള്ള ഒരു സമയം. മറിയം എന്ന് പറഞ്ഞ ഒരു വിധവയുണ്ടായിരുന്നു. ഈ ക്ഷാമത്തിന്റെ നടുവിൽ ഈ വിധവ അവൾക്ക് അല്ലെങ്കിൽ അവൾ ഉണ്ടാക്കിയ അപ്പം ഇങ്ങനെ ശേഖരിച്ചു വെക്കുമായിരുന്നു. ഈ വളരെ രൂക്ഷമായ ക്ഷാമത്തിന്റെ ഇടയ്ക്ക് അവസാനമായി 1 loaf of bread, ഒരു കഷണം അപ്പം ഈ വിധവയ്ക്കും ആ വിധവയുടെ 2 കുഞ്ഞുങ്ങൾക്കുമായി അവൾ മാറ്റിവെച്ചിരുന്നു. അന്ന് രാത്രിയിൽ അവളുടെ തൊട്ടടുത്ത അയൽവാസി, her neighbor knocked at her door. അയൽവാസിയുടെ കുഞ്ഞുങ്ങൾ വിശന്ന് പട്ടിണിയിൽ ആയിരുന്നു. അവളുടെ കുഞ്ഞുങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന അവസ്ഥയിൽ അയൽവാസി വാതിക്കൽ മുട്ടി. മറിയം ആദ്യം അല്പമൊന്ന് മടിച്ചു എങ്കിലും ഏറ്റവും അവസാനമായി ഉണ്ടായിരുന്ന ലോഫ് ഓഫ് ബ്രെഡ് 2 ആക്കി. പകുതി അയൽവാസിക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, എങ്ങനെയാണെന്ന് അറിയത്തില്ല. The next day morning, someone came with a bag of flour. ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നു, പകുതിയാക്കി. പിറ്റേ ദിവസം അവളെ കാണുവാനായി ഒരു ചാക്ക് മാവുമായിട്ട് വന്നു. അപ്പം കൊണ്ടുവന്ന ആൾ പറഞ്ഞു, God put it in my heart. അപ്പം ആദ്യ ആഴ്ച വന്നു. The second week, another neighbor came and brought vegetables. ആ മാസം, over the following month and months, she never lacked food. In fact, she fed others daily. അവൾ പട്ടിണിയായില്ല, മറ്റുള്ളവർക്കും ഭക്ഷണം ഒരുക്കി കൊടുക്കുവാൻ മറിയത്തിന് സാധിച്ചു. അപ്പം ചോദിച്ചു, why did you give away that 1 piece of bread that you have? അപ്പം അവളുടെ ഉത്തരം ഇതായിരുന്നു, if I keep my bread, my story ends. If I give my bread, my God writes the next chapter. ഞാൻ എൻ്റെ അപ്പം എനിക്ക് വേണ്ടി വെച്ചിരുന്നുവെങ്കിൽ അവിടെ എൻ്റെ കഥ അവസാനിച്ചു. ഞാൻ എൻ്റെ അപ്പം നുറുക്കി കൊടുത്തത് കൊണ്ട് ദൈവം ഒരു അധ്യായം കൂടെ എഴുതിയില്ലേ? 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലെ വിധവയെ പോലെ Miriam also discovered that
surrender is the gateway to supply. And that when you pour out the little you have, നമുക്കുള്ള കുറവ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ, God can turn scarcity into source of life for us and for others. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി അത് ജീവൻ സമൃദ്ധിയായി നൽകുന്ന കാരണമായി തീരും. വിധവയുടെ എണ്ണ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, we are never too small, we are never too poor, we are never too broken for God to use. നമ്മൾ എത്ര നുറുങ്ങിയവരും, നമ്മൾ എത്ര ദരിദ്രരും, നമ്മൾ എത്ര കുറവുള്ളവരുമാണ് എന്ന് നാം വിചാരിക്കുന്നുവെങ്കിലും ദൈവത്തിന് നമ്മെ കൊണ്ട് ഉപയോഗം ഉണ്ട്. The question is how much we have. നമുക്ക് എത്രയും കൊടുക്കുവാനുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അത് കൊടുക്കുവാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. Because when we do, God takes over. The flow begins and our life becomes a testimony of His endless provision. My dear brothers and sisters, don't wait for better conditions to begin with God. നമ്മുടെ അവസ്ഥയൊന്ന് മെച്ചമായിട്ട് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാമെന്ന് വിചാരിക്കരുത്. He meets us in our smallness. നമ്മുടെ കുറവിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന ദൈവം. And He multiplies what we surrender. സമർപ്പിക്കുന്നതിനെ സമൃദ്ധിയാക്കുന്ന ദൈവം. And He shapes our future through obedience and faith. വിശ്വാസത്തിലും അനുസരണത്തിലും നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം. All glory and honor, praise and thanksgiving be to the Father and to the Son and to the Holy Spirit, one true God, now and always, forever and ever. Amen. May I take this opportunity to express my sincere gratitude to Ebi Achan and all the leaders of the MMBS of the DSWA for this opportunity. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ അനുഗ്രഹീതമായ വചനങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എങ്ങനെയാണ് തനിക്കുള്ളത് സമർപ്പിച്ച് സമൃദ്ധിയിലേക്ക് തൻ്റെ ജീവിതത്തെ കൊണ്ടുപോയത് എന്ന് വളരെ വിശദമായി പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. അതിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. തനിക്ക് ലഭിച്ചതെല്ലാം സമൃദ്ധിയാണെന്ന് മനസ്സിലാക്കുമ്പോഴും സ്വയം തീരുമാനമെടുക്കാതെ തിരികെ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ഒരു സ്ത്രീയുടെ മനോഭാവം കൂടിയുണ്ട്. നമുക്ക് പലപ്പോഴും എങ്ങനെയാ, സമൃദ്ധി കിട്ടുന്നത് വരെ നമ്മൾ ദൈവത്തോട് ചോദിച്ചെല്ലാം വാങ്ങിക്കും. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരമായി മാറുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തിമോത്തി തോമസ് അച്ഛൻ്റെ മെസ്സേജിൽ കൂടി നമ്മുടെ കരങ്ങളിലെ കുറവ് ദൈവത്തിൻ്റെ കരങ്ങളിലെ സമൃദ്ധിയാണെന്നും പ്രാർത്ഥന നാം ആയിത്തീരുന്നതാണെന്നും വിശ്വാസത്തിൻ്റെ ആഴം വിലപ്പെട്ടതാണെന്നും നമ്മെ പഠിപ്പിച്ചല്ലോ. പ്രത്യേകമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും അച്ഛന് നന്ദി അർപ്പിക്കുകയും അച്ഛനെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നല്ലോ. അച്ഛനെ പ്രത്യേകമായി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പരിശുദ്ധാഭാവ തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. നമ്മുടെ ദേവസ്വത്തിന്റെ മാർ ഇവാനിയോസ് തിരുമേനിയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, കൊച്ചുമ്മമാര്, മർത്തോറിയൻ സമാജം ഭാരവാഹികള്, ദൈവവേലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ഈ സമയം പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഓരോ ഇടവകയിലെയും പുരോഹിതന്മാര്, ആൾട്ടർ ബോയ്സ്, സിസ്റ്റർമാര് എല്ലാവരെയും സമർപ്പിക്കുന്നു. സിക്കായിരിക്കുന്ന
അഭിഷിക്തരെ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട പൈമോലീസിനെ നമ്മൾ പതിവായി പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. സ്തോത്രത്തോടെ അച്ഛനെ സമർപ്പിക്കുന്നു. ക്രീസി കൊച്ചമ്മയെ ഓർത്തും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുൺ എന്ന മകനെ, അദ്ദേഹത്തിന് ഒരു മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു. അതിനോടൊപ്പം സക്സസ്ഫുൾ ആയിട്ട് അത് നടന്നെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. സ്തോത്രത്തോടെ ആ മകനെ സമർപ്പിക്കുന്നു. ഷാനു, വിന്നി, എലിസബത്ത്, സൂസൻ, ആഷ, ബെഞ്ചമിൻ, എബ്രഹാം, വത്സ, നീന, അതോടൊപ്പം അനേക മക്കളുടെ റിക്വസ്റ്റുകളുണ്ട്. സൗഖ്യമാക്കപ്പെട്ടവർക്ക് വേണ്ടി സ്തോത്രം കരയറ്റിലും സൗഖ്യമായിരിക്കുന്നവരും ഇനി സൗഖ്യമാകാനുള്ളവരെയും ദിവസം സമർപ്പിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നല്ല 80 വയസ്സിലധികമുള്ള കുറേ അമ്മാമ്മമാരുണ്ട്. അതായത് ബൈബിൾ വായിച്ച സാറാമ്മ അമ്മാമ്മ, മേരി കുര്യൻ അമ്മാമ്മ, റാഹിലൂട്ടി അമ്മാമ്മ, അതോടൊപ്പം ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ കഴിയാതെ ഒരു ഐവി അമ്മാമ്മ എന്നും പങ്കെടുക്കുന്നതാണ്. ആ അമ്മാമ്മയും സുഖമില്ലാതിരിക്കുകയാണ്. എങ്കിലും വളരെ ഉത്സാഹത്തോടെ ദേശസന്നിധിയിൽ വന്നിരുന്ന ഈ കാര്യങ്ങളൊക്കെയും ഭംഗിയായി നിർവഹിച്ച അവർക്ക് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥനയിൽ ഒരു റിക്വസ്റ്റുകളുണ്ട്. അവരെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ബർത്ത്ഡേ ആയിരുന്ന ജഫോസൻ, പൈങ്ങരിയച്ചൻ, എല്ലാ അഭിഷിക്തരും അല്ലാത്തമായ ബർത്ത്ഡേ ആയിരുന്നവർ, വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന ഇബ്രാഹിം, ഗീത, എല്ലാ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നവരും സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുന്ന സമയമാകുന്നു. പുതിയ അധ്യയന വർഷം തുടങ്ങിയിരിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി ജീവിക്കാനുള്ള കൃപ നമ്മുടെ ജനറേഷന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻട്രൻസ് ടെസ്റ്റുകൾ, MCAT എക്സാമിനേഷനൊക്കെ എഴുതുന്ന അനേകം മക്കളുണ്ട്. ദൈവഹിതത്തിനായിട്ട് അവരെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഇന്റർനെറ്റ് ലഹരി ഇവരുടെയൊക്കെ അടിമത്തത്തിലായി പോകാതെ മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിപ്പാനും ദിവസം വായിക്കാനും പ്രാർത്ഥിക്കാനും കുദാശകളൊക്കെ കേൾക്കുവാനുള്ള ഉത്സാഹം അവർക്ക് ലഭിക്കണമെന്നും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. അവരെ ശുദ്ധീകരിക്കപ്പെടുന്നതുകൊണ്ട് നമ്മളും ശുദ്ധീകരിക്കപ്പെടാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. 2 ആൻമാര്, ലിഡിയ, എലിസബത്ത്, ആൽബിറ്റ്, കാർലിൻ, ഹന, ലോറൻസ്, ഇവരോടൊപ്പം അനേക മക്കളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി എല്ലാവരുടെയും റിക്വസ്റ്റുകൾ ദേവസന്നിധിയിൽ വയ്ക്കാം. ദേവതമ്പുരാൻ നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹം ശ്രദ്ധയോടുകൂടി നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവഹിത പ്രകാരം ജീവിപ്പാൻ മക്കളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിക്കടി വൈഷമ്യങ്ങൾ, നമുക്ക് സഹിക്കാൻ ആവാത്ത പരീക്ഷകൾ നമുക്ക് തരില്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് സഹിക്കാനാവാത്ത വിധം പല പ്രയാസങ്ങൾ വരുമ്പോൾ വീണു പോകാതിരിക്കാനും വിട്ടുപോകാതിരിക്കാനും അനേകർക്ക് അനേക വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദേവതമ്പുരാൻ അറിയാതെയല്ല, അവര് വിട്ടുപോകാതിരിക്കാൻ വീണു പോകാതിരിക്കാൻ അനേകർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിഷ, ഷീജ എന്ന മക്കളോടൊപ്പം അനേക മക്കളുടെ റിക്വസ്റ്റുകളുണ്ട്. ഒരു ദേവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവമേ ശക്തിപ്പെടുത്തണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഏറ്റവും മനോഹരമായ പാത്രമായി രൂപപ്പെട്ടു വരുവാനാണ് ഈ പരീക്ഷണങ്ങളിൽ കൂടി കടക്കുന്നത്. അത് അങ്ങനെ ആയിത്തീരുവാനായിട്ട് അവരെ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന മക്കള് ഉണ്ട്. ആൽവി കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട്, ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ചിന്നു, ചിത്ര, ക്രിസ് മറിയ, ക്രിസ്റ്റി, സിജി, ദീപ കൊച്ചമ്മ, ധന്യ, ഫ്ലോറ, ഗ്ലാഡിസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. അവരെ ദൈവനാമ മഹത്വത്തിനായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളുണ്ടായിട്ടും അവർ മൂലം വിഷമം അനുഭവിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന, കുഞ്ഞുങ്ങൾ ലഭിച്ചില്ലെങ്കിലും അത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് കരുതി സമാധാനിക്കാനുള്ള കൃപയും ആഗ്രഹിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾ ലഭിപ്പാനായി ദൈവമേ ഹനായ്ക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമേ ഇവർക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നവര്, പാർട്ട്നേഴ്സ് ലഭിച്ചവരെ, ദൈവത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നവര് ഒരേ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹം വേണ്ട എന്ന് വെച്ചിരിക്കുന്ന മക്കള് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ക്ഷേമ, താര, അമറിയ, ടിന, ടിജ, ബിനോയ്, നിക്കോൾ, ജോജി, ലീന, ടാഷ, അനേക മക്കളുടെ റിക്വസ്റ്റുകളുണ്ട്. എല്ലാവരും ദിവസം സമർപ്പിക്കുന്നു.
ഈ സമയത്ത് യുദ്ധത്തിന്റെ വിഷമങ്ങളുണ്ട്, പീഡ അനുഭവിക്കുന്ന മക്കളുണ്ട്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിൽ വഹിക്കുന്നു. രോഗം കൊണ്ട്, ശാരീരികവും മാനസികവുമായ രോഗം കൊണ്ട് അനാഥർ, വിധവമാർ, ആരും ഒരു ഇല്ലാത്തവർ എല്ലാവരും ദൈവസന്നിധിയിൽ വഹിക്കുന്നു. വോളണ്ടറി സംഘടനകളെ പ്രത്യേകിച്ച് ഈ നോമ്പ് കഴിഞ്ഞ സമയത്ത് നമ്മളാൽ ഉള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുവാനും കൂടുതൽ സാമ്പത്തിക സൗകര്യമുള്ളവർക്ക് മനസ്സോടെ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആശ്രയ, അതുപോലെയുള്ള കാരുണ്യഭവൻ ഉള്ള എല്ലാ സംഘടനകളിൽ അവർക്ക് തക്ക സമയത്ത് വേണ്ട സഹായം എത്തുവാനും പഠിക്കുവാനും വിഷമമുള്ളവർ സാമ്പത്തിക സഹായം, ചികിത്സയ്ക്ക് ആവശ്യമുള്ളവർ എല്ലാവർക്കും സഹായം എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. റീകൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ചർച്ചസിനെ ഓർക്കുന്നു. കൺസ്ട്രക്ഷൻ നടന്ന ചർച്ചസിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി, എഡ്മണ്ടൺ, ഹ്യൂസ്റ്റൺ, ഡിട്രോയിറ്റ് എല്ലാ ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹകരമായി പൂർത്തിയാക്കി മഹത്വത്തിനായിട്ട് ആ ചർച്ചസ് ആയി തീരുവാനും ആരാധന ഏറ്റവും പ്രധാനമാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവമയുടെ വരത്തിൽ പ്രാർത്ഥിക്കുന്നു. ജയിൽവാസം അനുഭവിക്കുന്ന മക്കൾ, അതേപോലെ തന്നെ ശിക്ഷ അർഹിക്കുന്നവരും അർഹിക്കാത്തവരുമായി ജയിൽവാസം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്ന രാജ്യമഹത്വനായി പ്രവർത്തിക്കുന്ന മക്കൾ, സുശേഷ വേല ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു. പ്രാർത്ഥിക്കാനായി വിട്ടുപോയ കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. വാങ്ങിപ്പോയ ആത്മാക്കളെ, അതുപോലെ അതിനെ ദുഃഖിക്കുന്ന ചെറിയ പ്രായത്തിൽ മക്കൾ നഷ്ടപ്പെട്ടവര്, അവരെപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അഭിഷിക്തരും അല്ലാതെയുമായിട്ട് പോയ മക്കൾ, സിറിയാസ് മാറത്തിന് സിനിമയുടെ ആത്മാവ്, തോമസ് മാറത്തിന് സിനിമയുടെ ആത്മാവ് സമർപ്പിക്കുന്നു. അതിനെ നമുക്കായിട്ട് മധ്യസ്ഥ അണയ്ക്കുന്നു. അവരുടെ മധ്യസ്ഥം യാചിക്കുന്നു. പറഞ്ഞ മകനെ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നിച്ചുകൂടെ ദൈവത്തിനെ സമർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് നാം സമർപ്പിച്ചപ്പോൾ ഒന്നിച്ച് സ്തോത്രത്തോടെ നന്ദി പറഞ്ഞും നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സൂസനമ്മനാണ്. സൂസനമ്മനെയും കുടുംബത്തെ ദൈവസന്നിധിയിൽ വഹിക്കുന്നു. പ്രിയപ്പെട്ട സൂസനമ്മൻ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ നാമത്തിൽ ഈ പകൽക്കാലത്ത് ഞങ്ങൾ പല ഭവനങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന്, പല ദേശത്ത് നിന്ന് കർത്താവെ ഒരുമിച്ച് വരുവാൻ നീ ഒരുക്കി തന്ന ഈ അവസരത്തിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ആയിരം ആയിരം സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. നീ ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങയെ സ്തുതിച്ച് വാഴ്ത്തി എപ്പോഴും പ്രാർത്ഥിപ്പാനാണല്ലോ കർത്താവെ. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദോഷങ്ങൾ എല്ലാം കർത്താവെ പൈശാചിക ബന്ധനങ്ങളാലും മറ്റും വരുമ്പോൾ ഞങ്ങൾ വളരെ തളർന്നു പോകുവാൻ ഇടയാകുന്നു കർത്താവെ. അതിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ നീ ഞങ്ങൾക്കായി അയച്ചെന്ന നിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ രക്തത്തിൽ അഭയം പ്രാപിപ്പാനും ഈ ഏഴയായ അടിയന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കർത്താവെ കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായി തീരുവാൻ കർത്താവെ അവിടുന്ന് കൃപ തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രയർ സെല്ല് ഒരു അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന എല്ലാ വഴികളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവിടെ നാളാം പ്രതിയായി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കർത്താവെ നിസ്വാർത്ഥവും ജോലികൾ അങ്ങയുടെ മുമ്പാകെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനും കർത്താവെ അത് മൂലം അനേക മനുഷ്യർ രക്ഷയുടെ അവസ്ഥയിലേക്ക് വരുവാനും അവർ കാരണമായി തീരുന്നതിനാൽ അവരെ ഓരോരുത്തരായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെ താങ്ങി നിർത്തണമേ, ബലപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങളുടെ ഈ സഭയെ അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ഇതിനെ ഭരിക്കുന്ന ഞങ്ങളുടെ ബാബ തിരുമേനിയെയും കർത്താവെ വന്യന്റെ കീഴിലായിരിക്കുന്ന മറ്റ് തിരുമേനിമാരെയും മറ്റ് ശുശ്രൂഷ ചെയ്യുന്ന മക്കളെയും എല്ലാം കർത്താവെ ആളാം പ്രതിയായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ, അവിടുത്തെ സത്യത്തിലും ആത്മാവിലും ഈ സഭയെ
ഭരിക്കുവാനും ഈ സഭയെ നയിക്കുവാനും നീ അവർക്ക് കൃപയും കഴുത്തും കൊടുത്ത് കർത്താവിന് പ്രിയമുള്ള മക്കളായി, കർത്താവെ വിശുദ്ധരായി, നിന്റെ രണ്ടാമത്തെ വരവിങ്കൽ നിന്നെ സ്വീകരിക്കുവാൻ യോഗ്യതയുള്ള മക്കളായി നീ അവർ ഓരോരുത്തരെയും തീർക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഈ ഞങ്ങളെ ഈ കൂടിവരവിൽ ഈ ഞങ്ങളായിരിക്കുന്ന ഈ ദേശം, ഞങ്ങളുടെ സ്വദേശം വിട്ട് ഞങ്ങൾ പരദേശത്തായിരിക്കുന്നു. അതിലായിട്ടിവിടെ 3 കർത്താവെ ഡയോസിസുകളുണ്ട്. ആ അതിനെ നയിക്കുന്ന തിരുമേനിമാരെ പ്രത്യേകം അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ കർത്താവെ. നിനക്ക് പ്രിയമുള്ള മക്കളായി തീരുവാൻ അവർ നടക്കുന്ന സ്ഥലങ്ങളിൽ യേശുവിനെ അവർ കാണുവാൻ കർത്താവെ നീ അവരിൽ ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങളെ അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുവാനും കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും നീ കഴിവ് കൊടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ ദേവാലയങ്ങളെയും അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവയെ നയിക്കുന്ന വൈദികരെയും ശുശ്രൂഷകരെയും അവരുടെ കുടുംബത്തെയും കർത്താവെ അതിലെ എല്ലാ അംഗങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിനക്ക് ഇമ്പപ്പെട്ട ഒരു സഭയായി തീരുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് ഇന്ന് പ്രത്യേകിച്ച് കർത്താവെ അവിടുത്തെ നാമത്തിൽ വരുവാനും നിന്റെ തിരുവചനം വായിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവെ പാടുവാനും അതിനെ ധ്യാനിക്കുവാനും നീ തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി നീ ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവെ വന്യനായ തിമോത്തി തോമസ് അച്ഛനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അദ്ദേഹത്തിന്റെ വായിലൂടെ ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ അത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായിരിക്കാനും അതിനാൽ കർത്താവ് ആഗ്രഹിക്കുന്ന വിധമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം അതേ രീതിയിലായിരിക്കാൻ തക്കവണ്ണം നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് ഞങ്ങളെ കാണുന്നവനാകുന്നുവെന്ന് വാഗ്ദത്തം തന്നുവല്ലോ. അവിടുത്തെ അനുസരണം കർത്താവെ ബലിയേക്കാൾ ഉത്തമമാണെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ. നിന്റെ വചനം കേൾക്കുമ്പോൾ അതനുസരിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. അത് തടുക്കുവാൻ ആരെയും അവിടുന്ന് അനുവദിക്കരുതേ കർത്താവെ. വിശ്വാസത്താലുള്ള അനുസരണം നമ്മുടെ അനുഗ്രഹത്തിന്റെ കാരണമാകുന്നു എന്ന് ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ കർത്താവെ നിന്നിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ കുറവുകളെ എല്ലാം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുറവിൽ കർത്താവ് വന്ന് ഞങ്ങളെ നിറയ്ക്കുന്നവനാകുന്നു എന്നുള്ള വിശ്വാസത്തിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ പ്രയർ സെല്ലിലൂടെ അനേക മക്കൾ രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പല സാക്ഷ്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് കർത്താവെ. അതിനാൽ കർത്താവെ അത്ഭുതകരമായ നിന്റെ പ്രവൃത്തികളെ കാണുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് തൊട്ടാൽ സൗഖ്യമാകാത്ത ഒരു രോഗവുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. അവിടുന്ന് തൊടയണമേ, ആശ്വാസം കൊടുക്കണമേ. രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്നതായ മക്കളെയും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കഴിവുകളെയും നീ അവർക്ക് കൊടുത്ത് നീ അവരെ താങ്ങി നിർത്തി കർത്താവിന്റെ സ്വർഗീയമാനുഗ്രഹങ്ങളെ അനുഭവിപ്പാൻ നീ അവരെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. 1000 സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കരുതുന്നവൻ അവിടുന്ന് ആകുന്നുവല്ലോ കർത്താവെ. അവരുടെ ആവശ്യത്തിനായി നീ നിന്നേക്കാൾ വലിയവനായി വേറെ ആരും ഞങ്ങൾക്കില്ല കർത്താവെ. നീ അവരെ ശക്തീകരിച്ച് നിർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പിടിപെട്ട് കർത്താവിനെ അനുസരണമില്ലാത്തവരായി പിന്നോട്ടക്കാരായി പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. അവിടുത്തെ ആത്മാവ് അവരെ ഒരിക്കൽ പിടിക്കുമെന്ന് അവർ വിശ്വസിച്ച് കർത്താവിന്റെ പിന്നാലെ വരുന്നവരായിരിക്കാൻ നീ അവരെ ശക്തീകരിക്കണമേ നാഥ. വിവാഹത്തിനായി ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല തുണയെ തക്ക സമയത്ത് കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്കായി ആഗ്രഹിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഉദരഫലത്തെ കൊടുത്ത് നീ ശക്തീകരിക്കണമേ. ഉദരഫലം ദൈവത്തിന്റെ ദാനമാകുന്നു നീ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യൗവനക്കാരെ ഏൽപ്പിക്കുന്നു കർത്താവെ. നല്ല തീരുമാനങ്ങളെ എടുപ്പാൻ പ്രയാസപ്പെടുന്ന യൗവനക്കാരുണ്ട് കർത്താവെ. നിന്റെ ആത്മാവിൽ അഭയം പ്രാപിച്ച് നിന്നോട് യാചന ചെയ്ത് നല്ല തീരുമാനങ്ങളെ എടുപ്പാൻ നീ അവരെ ശക്തീകരിക്കണമേ നാഥ. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മക്കളെ നീ ശക്തീകരിക്കണമേ. ദൈവം സകലത്തിനും മതിയായവനും
എന്നുള്ള വിശ്വാസത്തിൽ ജീവിപ്പാൻ നീ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ജന്മദിനവും വിവാഹ വാർഷികവും ഒക്കെ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് പൈങ്ങോൽ അച്ഛനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപ ആ മകനും താങ്ങും തണലുമായിരിക്കണമേ. ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. നല്ല നിയമങ്ങളും ചട്ടങ്ങളും കൊണ്ടുവന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദേശമായിരിക്കാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളായിരിക്കുന്ന മാതൃദേശത്തെ ഓർക്കുന്നു. പലവിധമായ പ്രയാസങ്ങളും കഷ്ടതകളും കർത്താവെ, നീചമായ പ്രവൃത്തികളും ദുഷ്ടപ്രവൃത്തികളും ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവെ. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി മക്കളെല്ലാം കർത്താവിനെ അറിയാവുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കവണ്ണം നല്ല ദൈവീക ശുശ്രൂഷകരെ നീ അവരുടെ ഇടയിലേക്ക് അയക്കണമേ കർത്താവെ. കാലാവസ്ഥാ കെടുതികളാൽ വിഷമിക്കുന്ന അനേകായിരങ്ങളുണ്ടല്ലോ കർത്താവെ. അവരെല്ലാം അവിടുന്ന് തൊട്ടാശ്വസിപ്പിക്കണമേ. സകലത്തിനും മതിയായവൻ അവിടുന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ആ വിശ്വാസം അവരിലേക്കും പകർന്നു കൊടുക്കണമേ നാഥ. കർത്താവേ, യേശുവേ നാഥ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരെ എല്ലാം നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരാവശ്യപ്പെടുമ്പോൾ നീ അവരുടെ ആവശ്യത്തിൽ തക്ക സമയത്ത് ചെന്ന് കാണുന്നവനാകുന്നുള്ള വിശ്വാസം കൊടുത്തു കർത്താവേ. നീ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് ഇന്നത്തേക്ക് മാത്രമല്ല അവരുടെ നിത്യതയിലേക്കുള്ള ഒരു വഴിയാണെന്ന് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിരിക്കാൻ നീ അവരെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വന്യ തിരുമേനിമാരെയും അവരുടെ ആത്മാക്കളെയും കർത്താവെ അവിടുത്തെ ഇമ്പങ്ങളുടെ പറുദീസായിൽ വസിക്കുമാറാക്കണമേ കർത്താവെ. ഈ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ യാചനകളും എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയായ ഞങ്ങളുടെ മാതാവിൻ്റെയും പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളെ ധാരാളമായി അവിടുത്തെ അനുഗ്രഹങ്ങളാൽ നീ നിറച്ച് നിന്റെ മക്കളായ നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കുന്ന സകല കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ഞങ്ങളുടെ പൊന്നേശുവിന്റെ നാമത്തിൽ തന്നെ. ബാറക്കുമാർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെയും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജോളി ജോസ്. ത്രിയേക ദൈവത്തിന്റെ നിസ്തുല്യ നാമത്തിന് സ്തുതി. ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ലൈനിൽ ഇന്ന് അനുഗ്രഹപ്രദമായിട്ട് ഇത് ആദിയോടന്തം ഞങ്ങളോട് കൂടെ ഇരുന്ന പരമകാരുണ്യവാനായ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. സൗത്ത് വെസ്റ്റ് ഭദ്രാസനാധിപൻ അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയോടുള്ള ആദരവും കൃതജ്ഞതയും അർപ്പിക്കുന്നു. MMVS ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എബിഎച്ചിനോടുള്ള നന്ദി അറിയിക്കട്ടെ. MMVS ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി ആയി സേവനം അനുഷ്ഠിക്കുന്ന മിസ്സസ് ഷൈനി കുര്യൻ, ട്രഷറർ മിസ്സസ് ഷീന പുന്നൂസ്, എവിടെയായിരുന്നാലും ഇതിന്റെ പിന്നിൽ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മിസ്സസ് എലിസബeth തരകൻ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഒക്കെയും നന്ദി അറിയിക്കട്ടെ. ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന അനുഗ്രഹപ്രദമായ ഒരു സന്ദേശം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട തിമോത്തി തോമസ് അച്ഛനോടുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ഇന്റർസെസറി പ്രയർ നടത്തിയ സൂസൻ ഉമ്മൻ, സോങ്സ് പാടിയ മിസ്സസ് പൊന്നമ്മ ചാണ്ടി, മിസ്സസ് റാഹേൽ കുട്ടി ജോർജ്, ബൈബിൾ വായിച്ച ആൻ സൂസൻ, അതുപോലെ തന്നെ പഴയ നിയമം ആദ്യമേ വായിച്ച മിസ്സസ് സാറമ്മ ജോർജ്, മിസ്സസ് റേച്ചൽ റാഹേലമ്മ ജോർജ് എന്നിവരോടുള്ള നന്ദി പറയുന്നതോടൊപ്പം ഈ 50 സ്റ്റേറ്റുകളിലുമുള്ള വിവിധ ഭവനങ്ങളിലായിരുന്നെങ്കിലും ഈ പ്രയർ ലൈനിലൂടെ ഒരുമനപ്പെട്ട ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വന്ന ഏവരെയും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.
താങ്ക് യു ജോളി.